ഹായ് ഹലോ, എന്തൊക്കെ എല്ലാവരും സുഖമല്ലേ? ലോകത്തിലെ എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്ന ഒരു സാധനമാണ്. എന്താ പറയാൻ പറ്റുമോ? എല്ലാവർക്കും പണമുള്ളവന് പണമില്ലാത്തവർക്ക് എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന ഒരു സാധനമുണ്ട്. ആരോ പറഞ്ഞല്ലോ, വെരി ഗുഡ്, സമയം അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാവർക്കും 24 മണിക്കൂറാണ്. അത് ആളുകൾ സക്സസ്ഫുൾ ആക്കുന്നതും ലൂസേഴ്സ് ആക്കുന്നതും ഈ 24 മണിക്കൂർ തന്നെയാണ്. വിജയികളായ കണക്കാക്കുന്ന ആളുകളുണ്ടല്ലോ, അതായത് ബിൽ ഗേറ്റ്സ്, ഇവർക്കും ഉണ്ടായിരുന്നത് 24 മണിക്കൂർ. പക്ഷേ അവരവരുടെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചു. അപ്പോൾ അവർക്കും ഉണ്ടായിരുന്നത് ഈ 24 മണിക്കൂർ തന്നെ. ഇത്രയും കാലം നിങ്ങൾ ജീവിച്ചത് 10 കൊല്ലമായിക്കോട്ടെ, 20 കൊല്ലമായിക്കോട്ടെ, അല്ലെങ്കിൽ 40 ആയിക്കോട്ടെ, എത്രയോ ആവട്ടെ, നിങ്ങൾ എന്തൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഇനി എത്ര സമയം ബാക്കിയുണ്ട് അതും ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ദിവസം മുഴുവൻ സ്ക്രോൾ ചെയ്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്ത് ഉറങ്ങിയും ഒക്കെ ചെയ്ത് നമ്മൾ സമയം ചിലവഴിക്കുമ്പോൾ എൻ്റെ ചുറ്റുമുള്ളതൊന്നും ഓക്കെ അല്ല, എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലെത്താൻ എനിക്ക് സമയമില്ല, സമയം തികയുന്നില്ല എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? ഒരു പരിശ്രമവും ചെയ്യാതെ എനിക്ക് സമയമില്ല എന്ന് പറയാൻ. മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം, നിങ്ങളിപ്പോഴും ഉറക്കത്തിലാണ്, നിങ്ങളൊരു ഫാൻറ്റസി ലോകത്തിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാവാത്തത്. കാരണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, സ്വപ്നങ്ങൾ നേടാൻ നാളെ ഉണ്ടെന്നുള്ള കരുതലാണ് നിങ്ങൾക്ക് എപ്പോഴും. എന്നാൽ അതൊരു വെറും ഒരു നിത്യ റീസണാണ്. അങ്ങനെയുള്ള എത്ര ആളുകൾ നമ്മൾ പാഴാക്കി, എത്ര നാളുകൾ നമ്മൾ പാഴാക്കി. നാളെ 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 എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യത്തിനും നമ്മളത് മാറ്റിവെക്കുന്നു. ഒന്നും ചിന്തിച്ചു നോക്കൂ. എത്ര ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ, മിനിറ്റുകൾ, സെക്കൻഡുകൾ, അതൊരിക്കലും നമുക്കിനി തിരിച്ചു കിട്ടില്ല. ബുദ്ധൻ പറയുന്നത് പോലെ, ദ ട്രബിൾ ഈസ് യു തിങ്ക് യു ഹാവ് ടൈം. ശരിയല്ലേ? അതെ. ഈ ലോകത്ത് ഏറ്റവും മൂല്യമുള്ളത് പണത്തിനേക്കാട്ടിലോ സ്വർണത്തിനേക്കാട്ടിലോ ഏറ്റവും മൂല്യം കൂടിയ ഒന്നാണ് നമ്മുടെ സമയം എന്നുള്ളത്. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിലപ്പെട്ട അതാണ് നമ്മുടെ സമയം, വിലപ്പെട്ട ഒരു സ്വത്ത്. നമ്മുടെ സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങൾ നേടാൻ ഒരു കറൻസിയാണ് നാം ഈ സമയത്ത് കണക്കാക്കേണ്ടത്. പക്ഷേ മറ്റു കറൻസികൾ ചിലവാക്കുന്നത് പോലെ ഒരിക്കലും സമയത്തെ വെറുതെ പാഴാക്കി കളയരുത്. അതൊരിക്കലും നമുക്ക് തിരിച്ചു വരില്ല, അതാണ് സത്യം. ലോസ്റ്റ് ടൈം ഈസ് നെവർ ഫൗണ്ട് അഗെയിൻ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. നിങ്ങൾ ഒരു സെക്കൻഡോ ഒരു മണിക്കൂറോ ചിലവഴിച്ച് കഴിഞ്ഞാലും അത് എന്നേക്കുമായി പോയി ഒരിക്കലും തിരിച്ചു വരില്ല. സമയം പാഴാക്കുന്നതിനെതിരെ എന്തെങ്കിലും ചെയ്തേ പറ്റും. ഇപ്പോൾ തന്നെ മനസ്സിൽ ഉറപ്പിക്കുക, എൻ്റെ ലക്ഷ്യത്തിൽ അടുപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഒന്ന് ചിന്തിച്ചേ. അതിനുവേണ്ടി എന്തെങ്കിലും കോഴ്സുകളോ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ സെക്കൻഡും, ഓരോ മിനിറ്റും ആ ഗോളിന് വേണ്ടി പ്രയത്നിക്കുക. നമ്മളല്ലാതെ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. മറ്റൊരാളും നമ്മെ അതിന് സഹായിക്കുകയില്ല. നമ്മൾ തന്നെ വേണം അതിന് വർക്ക് ചെയ്യാൻ. നമ്മുടെ ആഗ്രഹങ്ങളിലെത്താൻ നമുക്ക് തന്നെ സാധിക്കുകയുള്ളൂ. അത് നമ്മുടെ മാത്രം ആവശ്യമാണ്. നമ്മളെപ്പോലെ അച്ചീവ് ചെയ്യാൻ മറ്റൊരാൾക്കും കഠിനാധ്വാനം അതിനു വേണ്ടി ചെയ്യില്ല. എന്തോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പെർഫെക്റ്റ് മൊമെൻറ്റിനെ ഒരിക്കലും കാത്തു നിൽക്കരുത്. അതൊരിക്കലും നിങ്ങളെ തേടി വരില്ല. മറിച്ച് നിങ്ങൾ ഓരോ മൊമെൻറ്റും പെർഫെക്റ്റ് ആക്കുക. അതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് റൈറ്റ് ടൈം, പെർഫെക്റ്റ് മൊമെൻറ്റ് ടു സ്റ്റാർട്ട്. ഡിസിപ്ലിനും കൺസിസ്റ്റൻസിയും നിങ്ങളുടെ ഫ്യൂവലാണ്. യാത്രയിൽ നിങ്ങളുടെ ഫ്യൂവലാണ് ഇവ രണ്ടും. റിമെമ്പർ, നമ്മളിത് വരെ ചെയ്തത് തെറ്റായിട്ടുള്ള കാര്യമായിരിക്കാം, ഒരുപാട് തവണ വീണു പോയിരിക്കാം. പക്ഷേ ഒരിക്കലും മിസ്റ്റേക്കിനെ കുറിച്ച് ആലോചിച്ച് വെറുതെ സമയം കളയരുത്.
മിസ്റ്റേക്ക് ആർ പെർഫെക്റ്റ് ടീച്ചേഴ്സ്, സോ ലേൺ ഫ്രം ഇറ്റ്. ഓർക്കുക, നമ്മളെപ്പോഴും സക്സസ്ഫുൾ ആകുന്നത് നമ്മൾ നമ്മുടെ സമയത്തെ എങ്ങനെ ചിലവഴിച്ചു എന്ന് ബേസ് ചെയ്തിട്ടായിരിക്കും. സോ ബുദ്ധിപൂർവ്വം അത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓരോ നിമിഷത്തെയും കോൺഷ്യസ് ആയി ചിലവഴിക്കുക. ടൈം ഈസ് വാട്ട് വി വാണ്ട് ദ മോസ്റ്റ്, ബട്ട് വാട്ട് വി യൂസ് ദ വേസ്റ്റ്. തിങ്ക് അഗെയിൻ, വാട്ട് ആർ യു ഡൂയിങ്? ശരിക്കും സമയമില്ലാഞ്ഞിട്ടാണോ അതോ നിങ്ങൾ സമയത്തെ വെറുതെ പാഴാക്കി കളയുകയാണോ? ഒന്ന് ചിന്തിക്കുക. ദിസ് ഈസ് എ വേക്കപ്പ് കോൾ. സോ സമയത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു കാര്യവുമില്ല. പോയ സമയം ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. സോ പുഷ് യുവർ സെൽഫ് ടു മൂവ് ഫോർവേഡ്. ഇത്രയും സമയം നഷ്ടപ്പെടുത്തിയതിന് പോലെ ഇനി അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ചുറ്റുമൊന്ന് നോക്കി കൈവരിച്ചതെല്ലാം അവരുടെ സമയം ബുദ്ധിപൂർവ്വം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ മേൽ കണ്ടിന്യൂ ആയി വർക്ക് ചെയ്യുമ്പോൾ മടുപ്പും തോന്നും. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. പക്ഷേ അത് വിചാരിച്ച് നമ്മൾ ആ സമയത്ത് വെറുതെ പാഴാക്കി കളയുമ്പോൾ പിന്നീട് നമ്മൾ അതിനു വേണ്ടി ദുഃഖിക്കേണ്ടി വരും. സോ എല്ലാവരും നിങ്ങളുടെ സമയത്തെ നന്നായിട്ട് നിങ്ങളുടെ ലക്ഷ്യം നേടാനായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. പിന്നീട് നമ്മൾ ദുഃഖിച്ചിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. സോ സ്റ്റോപ്പ് വേസ്റ്റിംഗ് യുവർ ടൈം, യൂസ് യുവർ ടൈം വൈസ്ലി. താങ്ക് യു.